തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജീവിതത്തിലെ ചെറിയൊരു സംഭവം ഓർമ്മ വരികയാണ്. ചാവറപ്പിതാവിൻ്റെ ബാല്യം. കൊച്ചു കുര്യാക്കോസ്. അമ്മ കൊച്ചു കുര്യാക്കോസിനെയും എടുത്ത് വെച്ചൂർ പള്ളിയിൽ അടിമ വയ്ക്കാൻ കൊണ്ടുവരികയാണ്. അടിമ വെച്ച് കഴിഞ്ഞതിന് ശേഷം വികാരിയച്ഛന് കൊച്ചു കുര്യാക്കോസിൻ്റെ അമ്മയോട് പറയുകയാണ്, നീ ഈ കുഞ്ഞിനെ പെറ്റതള്ളയാണ്, അത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അമ്മ എന്ന് പറയുന്നത് ഈ മറിയമാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ മകനായിട്ട് വേണം ഈ കൊച്ചു കുര്യാക്കോസിനെ വളർത്താനെന്ന് വികാരിച്ചൻ അമ്മയോട് പറഞ്ഞു. അമ്മ അത് ഏറ്റെടുക്കുകയാണ്. എല്ലാ വർഷവും കൊച്ചു കുര്യാക്കോസിനെ വെച്ചൂർ പള്ളിയിൽ കൊണ്ടുവരും, അടിമ വയ്ക്കും. എന്നിട്ട് കൊച്ചിനോട് പറയും, കുഞ്ഞെ, ഞാൻ നിന്നെ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നിൻ്റെ യഥാർത്ഥ അമ്മ എന്ന് പറയുന്നത് ഈ പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് അമ്മയുടെ മകനായിട്ട് വേണം നീ വളർന്നു വരാനെന്ന് കൊച്ചു കുര്യാക്കോസിൻ്റെ അമ്മ എന്നും ഈ കുഞ്ഞിനെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് ബാല്യം മുതലേ കുര്യാക്കോസ് എന്ന് പറയുന്ന ആ പയ്യൻ വളർന്നു വരുന്നത് അമ്മയുടെ മകനായിട്ടാണ്, പരിശുദ്ധ അമ്മയുടെ കുഞ്ഞായിട്ടാണ്. അതുകൊണ്ടാണ് ആ അമ്മ ആ കുഞ്ഞിനെ അമ്മയുടെ കാപ്പയ്ക്കകത്ത് ഇങ്ങനെ സംരക്ഷിക്കുക. വിശുദ്ധിയിൽ വളരുവാനായിട്ട് ആ കുഞ്ഞിനെ അമ്മ കൂടെ നടന്ന് സഹായിക്കുക. ഇന്ന് സഭയ്ക്ക് ഒരു വിശുദ്ധനെ നമുക്ക് കിട്ടുകയും ചെയ്തു. പ്രത്യേകിച്ച് അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും ഈശോയുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുമ്പോഴുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞും ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയാകണം, പരിശുദ്ധ അമ്മേ എൻ്റെ കുഞ്ഞിനെ നീ വളർത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ.